ഹലോ ഗൈസ്, ഞങ്ങളിന്ന് ഇവിടെ ഉള്ളത് ഞണ്ടിറുക്കി വെള്ളച്ചാട്ടത്തിലാണ്. വെള്ളം ഒക്കെ കുറഞ്ഞു തുടങ്ങി കേട്ടോ. വെളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വെള്ളം കുറഞ്ഞു തുടങ്ങി. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും ഈ പാറയിടുക്കി ഞണ്ടിറുക്കി എന്തോ പാറയെന്നൊക്കെയാണ് അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസൊന്നും എനിക്ക് അത്ര അറിയത്തില്ല. പക്ഷേ എന്നാലും കേട്ടിട്ടുള്ളത് ഞണ്ടിറുക്കിയ പോലെ പാറയെന്നോ അങ്ങനെ എന്തൊക്കെ പറയുന്നത്. ഇത് പല സ്ഥലങ്ങളിൽ കൂടെ നിന്നാണ് വെള്ളം ചാടി ചാടി വരുന്നത്. ഈ പാറയുടെ അങ്ങനെ ഒഴുകി വന്നിട്ട് ഇങ്ങനെ വന്ന് ഈ പാറയുടെ അടിയിൽ കൂടെയൊക്കെ വന്ന് പല സ്ഥലങ്ങളിൽ കൂടെ വന്ന് ഇങ്ങനെ വന്ന് ചാടുന്നത്. അപ്പം നമ്മളിവിടെയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഇങ്ങനെ നേരെ വന്ന് വെള്ളം കാണുന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ വേനൽക്കാലം ആവാറായിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അറിയാം ഇതിന് ഈ പല സ്ഥലത്തോടെ ഉറവകളുണ്ട്. നമ്മളിങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വന്ന് ചാടുന്നില്ല. പക്ഷേ ഇതിന് അടിയൊഴുക്കുകളാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഫുള്ള് വെള്ളമുള്ളപ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഞാൻ വെള്ളമുള്ളപ്പോൾ വന്നിട്ടുണ്ടേ. നല്ല നല്ല രസമാണ്. അതുകൊണ്ട് പക്ഷേ നിറയെ കല്ലുകളാണ് കേട്ടോ. നല്ല രസമാണ്. ഇപ്പോൾ ഇങ്ങനെ വന്നിരുന്ന് കഴിയുമ്പോൾ വെള്ളം കുറവാണെങ്കിലും നല്ല തണുപ്പൊക്കെ ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ നന്നായിട്ട് ഇങ്ങനെ കല്ലിലൊക്കെ ഇരുന്ന് വർത്താനം പറയേണ്ടവർക്ക് ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഇരിക്കാനായിട്ട് സാധിക്കും. വെള്ളം ഇല്ലാത്ത സമയത്തൊക്കെ, വെള്ളം ഉള്ളപ്പോൾ വന്നിരിക്കുമല്ലോ. പിന്നെ അത് തെന്നി വീഴാതെയൊക്കെ ശ്രദ്ധിക്കണേ. വെള്ളം ഇല്ലെന്ന് പറഞ്ഞാലും ചില കല്ലുകളൊക്കെ തെന്നിയായിരിക്കും കിടക്കുന്നത്. ആളുകളൊക്കെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നതുണ്ടോ. ഇത് ജോഷു കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടേ. ജോഷു നാണമാണിന്ന്. ദൈവച്ചനെയും കൊണ്ട് കുഞ്ഞായിരുന്നപ്പോൾ വീണ്ടും വന്നേക്കുന്നു. ഒരു സൈഡ് നമുക്ക് കോൺക്രീറ്റാണ് ഇങ്ങനെ കയറി പോകാനായിട്ട്. ഒരു സൈഡ് കോൺക്രീറ്റും ചെറിയ സ്റ്റെപ്സുമാണ്. വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ. ഇവിടെ കുഞ്ഞു മീനുകളൊക്കെ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതിൻ്റെ അതോടെ പോകുന്നുണ്ടേ. നല്ല വെള്ളം ഉള്ള സമയത്ത് നല്ല അടിപൊളി രസമാണ് കേട്ടോ. പാറയുടെ ഇടുക്കുകളിൽ നിന്നാണ് വരുന്നത്. ഉള്ളിൽ നിന്നാണ് വെള്ളം പല സ്ഥലത്തോടെ ഒഴുകി ഒഴുകി വരുന്നത്. നമുക്കല്ലാതെ അത് കാണാനായിട്ട് സാധിക്കത്തില്ല കേട്ടോ. ഇങ്ങനെ ഉണ്ടോ, പാറയുടെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും പല പല പോയിൻറ്റുകളിൽ നിന്ന് ഇടുക്കുകളിൽ നിന്നാണ് വെള്ളം. കല്ലുകളൊക്കെ എന്തോരം കല്ലുകളാണ് നോക്കി. വെള്ളമുള്ളപ്പോഴാണ് നല്ല രസമുള്ളത്. അമ്മ പറയും വെള്ളമുള്ളപ്പോഴാണ്. അമ്മ ഇവിടെ വെള്ളമുള്ളപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് കഴിയുമ്പോൾ ഒരു രസമുണ്ട്. ഇപ്പോൾ വലിയ രസമൊന്നുമില്ല. ഞങ്ങൾ പിന്നെ ഇവിടെ വരെ വന്നാലോ എന്നോർത്തുകൊണ്ട് ഉത്സാഹിച്ച് കയറിക്കൊണ്ടിരിക്കും. അങ്ങ് പൊക്കത്തിൽ ഞങ്ങൾ വെള്ളമുള്ളപ്പോൾ പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വെള്ളമില്ലാത്ത സമയത്ത് പിന്നെ തിരക്കോടൊന്നുമില്ലേ. പിന്നെ ഇത് കാണാനായിട്ട് ഇതേ വഴി പോകുന്നവരൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്ന് കാണാറൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ തിരക്കുകളൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ മേളിലോട്ട് കയറിയേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് കയറി പോവുകയാണേ. സ്റ്റെപ്പുകളാണ് കേട്ടോ. ഇനി ഇങ്ങോട്ടേക്ക് പകുതി കോൺക്രീറ്റ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൊത്തം സ്റ്റെപ്പുകൾ കുറേയുടെ നിറയെ കല്ലുകളാണേ. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തേക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് വന്ന് ഇത്രയും കയറി വന്നു കേട്ടോ. ഇങ്ങനെ ചുമ്മാ ഒരു ടൈം പാസ്. നമ്മളെല്ലാവരും അങ്ങനെയാണ് യാത്രകളെന്ന് പറയുന്നത്. നമുക്കിതൊക്കെ ഒരു അനുഭവമാണ്. വെള്ളമില്ലാത്തപ്പോഴും വന്ന് കാണുന്നു, വെള്ളമുള്ളപ്പോൾ വന്ന് കണ്ടേക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ല. വെള്ളമില്ലാത്തപ്പോൾ വന്ന് കാണുന്നത്. പക്ഷേ പിന്നെ പപ്പയൊക്കെ ഒന്നിപ്പോൾ വെള്ളമില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ കണ്ടിട്ടുണ്ട്. എന്നാലും ചേട്ടായി മണ്ട വരെ കയറിയിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കയറി പോവുകയാണേ. വെള്ളം കുറവാണെങ്കിലും ഉള്ള വെള്ളം പോയി ഒന്ന് കാണാമെന്ന് പറഞ്ഞ് പോകുന്നതാണ് കാണുന്നത്. ഞങ്ങളും അനുഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഴികളാണേ. വെള്ളമുള്ള സമയത്ത് വന്നു കഴിയുമ്പോൾ ആന കുഴിയാണത്. കാടായി തുടങ്ങി. ഇതൊക്കെ വെട്ടിത്തെളിക്കുമായിരിക്കും. ഇത് വെട്ടിത്തെളിക്കേണ്ട സമയം പണ്ടേ അതിക്രമിച്ചിരിക്കുവാണേ. ഇവിടെ വന്നിട്ട് വഴി തീർന്നോലെ നിൽക്കുവാണേ. ചേട്ടായി അങ്ങ് വരെ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നതാണ്. വണ്ടി കയറി പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ദുസ്സഹമാണെന്ന് തോന്നുന്നു. വന്നിട്ട് വഴി നിന്ന് പോയ അമ്മയും ചേട്ടായി ആദ്യമായിട്ടാട്ടോ വരുന്നേ. മുള്ളാണ്. ഞാനും ജോഷുവായും ജോബിനും കൂടി പോവാണ്. അമ്മയും ലിയോച്ചൻ ഇവിടെ നിർത്തിയേക്കുവാണ് കേട്ടോ. ഇതിൻ്റെ അകത്തോടെ കയറി പോകണേ ഭയങ്കര പാടാണേ. ഇവിടെ മേലെ ഉള്ളൂ നമുക്ക് കൈവിരികളൊക്കെ ഉള്ളേ. ഇതിനകത്തൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ ഓരോ അള്ളിനകത്ത് കയറിക്കേണ്ടി വരും. അതുപോലെയാണ്. ഇങ്ങോട്ടേക്ക് സ്റ്റെപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൈവിരിയൊന്നും ഇല്ലേ. നല്ല കയറ്റം. അയ്യോ മടുത്തു പോകും നമ്മൾ. അയ്യോ കുട രണ്ടായി ഗൈസ്. തൊടലിമുള്ള പിടിച്ചാൽ നമ്മുടെ കുട
2 കഷ്ണമായിപ്പോയി. ഇനി പിടി വേറെ ശരിയാക്കാം. ഇവിടെ വന്ന് മൊബൈലൊക്കെ നോക്കുവാണേ. കയറ്റം കയറി വന്ന് വിശ്രമിക്കുകയാണ്. ഈ സാഹസിക മലകൾ കയറിയേക്കുന്നവർ അവരുടെ പേരുകൾ കോറിയിടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. കുറേ പേര് പേരുകളൊക്കെ കോറിയിട്ടിട്ടുണ്ട് പാറപ്പുറത്ത്. ഇവിടെ ഞങ്ങൾ കയറിയെന്നൊക്കെ അറിയിക്കാനാണെന്ന് ഇതിങ്ങനെ വഴികളാണേ. ആദ്യം വഴി എത്തിയപ്പോൾ ഞാൻ മടുത്തു. പിന്നെ ഇവിടെ നിന്ന് എത്തിയാലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ കയറുവാണേ. എന്തോ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ കൈപ്പിരിയൊക്കെ ഉണ്ടേ മണ്ടയിൽ. അത് വേറെ വഴി കൂടെ വരുന്നതാണോ എന്നൊരു സംശയം. നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഫൈനൽ ലുക്ക്. ഇതുപോലെ വെള്ളമില്ലാത്ത സമയത്താണ് കേട്ടോ ഇതുപോലെ പൊക്കത്ത്, അതായത് വലിയ ശക്തമായി വെള്ളമൊഴുക്കില്ലാത്ത സമയമായതുകൊണ്ടാണ് ഇതിനെ പൊക്കത്ത് നമുക്ക് കയറാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ പാറയുടെ പൊക്കത്തോട് കയറിയാൽ നമ്മൾ ഉരുണ്ട് വീഴുവേ. ഇങ്ങനെ ഉള്ളിൽ കൂടെയൊക്കെ വെള്ളം ഒഴുകി വരുന്നത്. പല ഉള്ളിൽ കൂടെ വന്ന് ചാടി ചാടി നമ്മുടെ താഴ്വാരം ഒന്നും നമുക്ക് കാണാനേ പറ്റുന്നുണ്ടോ? നമ്മുടെ വണ്ടി അങ്ങ് ദൂരെ കാണാം കേട്ടോ. അത്രയും ഡിസ്റ്റൻസാണ്. ഓക്കെ, ഉള്ള പാറ എടുക്കുകയാണ്. ഇവിടെ കയറി വരുമ്പോൾ നല്ല കൂളിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. വെള്ളം ചാടുന്നുണ്ട്. നമുക്ക് ഈ വലിയ പാറയൊന്നും കയറാൻ പറ്റത്തില്ല. കയറാം, പക്ഷേ കുടയും എല്ലാം ഇരിക്കുന്നുണ്ടേ. പിന്നെ തെന്നിപ്പോകുന്നൊരു പേടി കാരണം നമ്മൾ ഇപ്പുറത്തോടെ നമ്മളെപ്പോലെയുള്ളവർക്കൊരു വഴിയുണ്ടല്ലോ, അതിൽ കൂടെ കണ്ടെത്തി നമ്മളിപ്പുറം വന്നേ. വെള്ളം കുറഞ്ഞതിലൊരു കരികിലൊക്കെ ചീഞ്ഞ് ചാടിയേക്കുന്നൊരു സ്മെല്ല് ഈ വെള്ളച്ചാട്ടത്തിൽ വരുമ്പോൾ അടിക്കുന്നുണ്ടേ. നമ്മൾ തെന്നിപ്പോയാൽ പോയതിട്ട് വെള്ളമില്ലാത്തതുകൊണ്ട് അടിപൊളി. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യണമേ. ഇത്രയും ഞങ്ങൾ സാഹസികത നടത്തിയിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതുപോലെ ഞങ്ങൾ യാത്രകൾ ചെയ്യുമ്പോൾ മനോഹരമായ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണുവാണെങ്കിൽ അയക്കാമേ, കാണിച്ചു തരാവേ. എന്താ പാറകൾക്ക് തെന്നലൊക്കെ ഉണ്ട്. ഈ സമയം ആയതുകൊണ്ട് വലിയ അപകടമൊന്നുമില്ല. നമുക്ക് രണ്ടർക്ക് കുളിച്ചിട്ടൊക്കെ കയറി പോരാം. എന്നാലും അപകടമാണ്, കല്ല് ആണ്, ഇടിച്ചാൽ നമുക്ക് അപകടങ്ങളാണ്. ഇത് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. എന്നാൽ ശരി കേട്ടോ. അടുത്ത വീഡിയോ ആയി കാണുമ്പോൾ ടാറ്റാ ബൈ. എന്താ അതുപോലെ വെള്ളം പള്ളിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ മറ്റേ പ്രദേശത്ത് നമുക്ക് ഗ്യാപ്പാണ്, അങ്ങനെയാണ് വെള്ളം വരുന്നത് കേട്ടോ. എന്നാൽ ശരി കേട്ടോ. എല്ലാവരോടും ടാറ്റാ ബൈ ബൈ. എടുത്തു ഇവിടം വരെ ഉള്ളൂ. പറഞ്ഞ് പോയതാണെങ്കിൽ ഇത് ഞണ്ടിറക്കി വെള്ളച്ചാട്ടത്തിൽ വന്നപ്പോൾ ഒരു ഞണ്ടിനെ കാണുമ്പോൾ ലാസ്റ്റ് താഴ്വാരത്തിൽ വന്നപ്പോൾ ഞാൻ വീണ്ടും ഷൂട്ട് ചെയ്യുവാണേ. ഇത് എന്തോ നമ്മൾ വെറുതെ ഇവിടെ ഒത്തിരി ഞണ്ടുകളൊക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ഞാനൊരു ഞണ്ടിനെ കണ്ടു, അതുകൊണ്ട് വീഡിയോ ഉൾപ്പെടുത്തി വന്നു കേട്ടോ. ഇവിടെ വരുന്നവർക്ക് കുടിക്കാനൊക്കെ വെള്ളവും സ്നാക്സ് കിട്ടുന്നൊരു കടയും കൂടി ഉണ്ട് കേട്ടോ. അവരെയും കൂടി എല്ലാവരും സഹായിക്കണേ, സാധനങ്ങളൊക്കെ മേടിച്ച്. കടത്തിനോട് ഒഴുകി ഞാൻ ആദ്യം പറഞ്ഞ അങ്ങോട്ടേക്ക് അപ്രവസ്ഥയ്ക്ക് വെള്ളം വന്ന് ചാടുവേ. ഞാൻ കാണായി കിടക്കുവാണ്. ഇനി വെള്ളം ഉള്ള സമയത്തും വെള്ളമില്ലാത്ത സമയത്ത് വന്നാൽ അങ്ങ് മണ്ട വരെ സുഖമായിട്ട് കയറി. സാഹസികതയാണ്, ഭയങ്കര കയറ്റമാണ്, മടുത്തു പോവും. എന്നാലും കയറി കാണാം. വെള്ളം ഈ സമയങ്ങളിൽ വന്നാൽ, വെള്ളമുള്ള സമയത്ത് വന്നാൽ താഴ്വാരങ്ങളിൽ നിന്ന് ഭംഗി നന്നായിട്ട് ആസ്വദിക്കാം. മേലോട്ട് കയറുമ്പോൾ വഴുക്കലൊക്കെ ഉള്ളതുകൊണ്ട് തലയിടിച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. മുങ്ങുന്നേക്കാളും നമ്മുടെ ഈ തലയിടിച്ച് വീണാനുള്ള അപകടങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഇതിന് വഴുക്കലുള്ളതുകൊണ്ട് കേട്ടോ. പിന്നെ ചെറിയ അള്ളുകളുണ്ട്, കുഴികളുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഉടക്കിപ്പോയാൽ നമുക്ക് പിന്നെ നാളെ ഈ വെള്ളം ഒഴുകുന്ന പാത്തിക്കൂടെ വരുള്ളൂ. അതുകൊണ്ടാണ്
ഇവിടെ ഇച്ചിരി ഡേഞ്ചർ സോണായിട്ട് പറയുന്നത് കേട്ടോ. നമ്മൾ എല്ലാം കല്ലിനിടയ്ക്ക് കൂടെയാണ് വെള്ളം വരുന്നത്. നേരെ ഡയറക്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് കുത്തിയിരിക്കുന്നതല്ല. അതാണ് ഇവിടെ കാടുകൾ കാണുന്നത്. എല്ലാം കല്ലിൻ്റെ ഇടയ്ക്ക് കൂടെയാണ് വെള്ളം വരുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.